പുന്നപ്ര വയലാർ സമരത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ബ്രിട്ടീഷ് പോലീസും തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള രൂക്ഷമായ ഏറ്റുമുട്ടലായിരുന്നു ഇത്. ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് സ്ഥാപിതമായി. തിരുവിതാംകൂറിനെ അമേരിക്കൻ മാതൃകയിലുള്ള ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരായിരുന്നു ഈ ഒരു സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിനെ പിന്തുണച്ചു. ഏതാണ് ശരിയായിട്ട് വരുന്നത്? മൂന്നിനോട് യോജിക്കുന്ന എത്ര പേർ? ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തില് തിരുവിതാംകൂർ രാഷ്ട്രീയ രംഗത്തെ പ്രക്ഷുബ്ധമാക്കിയ സംഗതികളാണ് അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരവും സ്വതന്ത്ര തിരുവിതാംകൂർ പ്രസ്ഥാനവും എന്ന് പറയുന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ പ്രസ്ഥാനം. ഇനി 1945 നവംബർ മാസം 16 അമേരിക്കൻ മോഡൽ എന്ന് പിന്നീട് വിശേഷിപ്പിക്കപ്പെട്ട ഒരു ഭരണപരിഷ്കാരം സർക്കാർ പ്രഖ്യാപിച്ചത്. 1945 ഏത് ഡേറ്റിലാണ്? നവംബർ മാസം 16 ദ്വിമണ്ഡല പ്രതിനിധി സഭ, പ്രായപൂർത്തി വോട്ടവകാശം, ദിവാൻ ഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നീക്കം ചെയ്യാനാവാത്ത ഒരു എക്സിക്യൂട്ടീവ്, ഉപദേശ അധികാരം മാത്രമുള്ള നിയമസഭാ സമിതികൾ എന്നിവയായിരുന്നു പുതിയ ഭരണ പരിഷ്കരണത്തിന്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം. ദ്വിമണ്ഡല പ്രതിനിധി സഭ, പ്രായപൂർത്തി വോട്ടവകാശം, ദിവാൻ ഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നീക്കം ചെയ്യാനാവാത്ത ഒരു എക്സിക്യൂട്ടീവ്, ഉപദേശ അധികാരം മാത്രമുള്ള നിയമസഭാ സമിതികൾ എന്നിവയായിരുന്നു പുതിയ ഭരണ പരിഷ്കാരത്തിന്റെ സവിശേഷതകൾ. അതായത് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിനെതിരെ ആയിരുന്നു പുന്നപ്ര വയലാർ സമരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടെ അമേരിക്കൻ മോഡലിനെ ബേസ് ചെയ്ത് എന്തൊക്കെയാണ് ഇവിടെ മാറ്റിയത് എന്നിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത്. ഓക്കെ, ഏതൊക്കെയായിരുന്നു? ദ്വിമണ്ഡല പ്രതിനിധി സഭ. അതായത് നമ്മൾ 1935 1919 ഒക്കെ കാര്യങ്ങൾ പഠിച്ച സമയത്ത് അവിടെ ഒരു ദ്വിമണ്ഡല പ്രതിനിധി സഭ കണ്ടിട്ടുണ്ടായിരുന്നു. ലൈക്ക് വൈസ് പുന്നപ്ര വയലാർ സമരവും ഈ ഒരു പാറ്റേണിലേക്ക് ആ ഒരു മോഡലിനെ ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇനി പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്ന സംഭവം ഇവിടെ ഇൻക്ലൂഡഡ് ആയിരുന്നു. ദിവാൻ ഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നീക്കം ചെയ്യാനാവാത്ത ഒരു എക്സിക്യൂട്ടീവ്, ഉപദേശ അധികാരം മാത്രമുള്ള, അതായത് നിയമസഭയ്ക്ക് എന്തുണ്ടായിരുന്നു? ജസ്റ്റ് ഉപദേശം മാത്രമേ പറ്റത്തുള്ളായിരുന്നു. മനസ്സിലായോ? ദ്വിമണ്ഡല പ്രതിനിധി സഭയുണ്ടായിരുന്നു. നിയമസഭാ സമിതികൾ എങ്ങനെയായിരുന്നു? ഉപദേശ അധികാരം മാത്രമുള്ളവയായിരുന്നു. പിന്നെ പ്രായപൂർത്തി വോട്ടവകാശം, ദിവാൻ ഭരണം നിലനിർത്തിക്കൊണ്ട് തന്നെ നീക്കം ചെയ്യാനാവാത്ത ഒരു എക്സിക്യൂട്ടീവ്. ഇതായിരുന്നു അവിടുത്തെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഡിഗ്രി ലെവൽസിന് കറക്റ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ്. ഇനി ദിവാന്റെ പദവിയെ അമേരിക്കൻ പ്രസിഡന്റിനോട് താരതമ്യം ചെയ്തിരുന്നാലാണ് ഇതിനെ അമേരിക്കൻ മോഡൽ എന്ന് വിളിച്ചത്. അപ്പൊ എന്തുകൊണ്ടാണ് പുന്നപ്ര വയലാർ സമരത്തിനെ ഈ പറയുന്ന അമേരിക്കൻ മോഡൽ എന്ന് വിളിച്ചത്? കാരണം എന്താണ്? ആരുമായിട്ട് കമ്പയർ ചെയ്തത് കൊണ്ടാണ്? ദിവാന്റെ പദവിയുമായിട്ട് കമ്പയർ ചെയ്തത് കൊണ്ടാണ്. ആരെയുമായിട്ട്? അമേരിക്കൻ പ്രസിഡന്റിനോട് കമ്പയർ ചെയ്തു. അപ്പൊ ആ ഒരു ടൈമിൽ ആരായിരുന്നു ദിവാൻ എന്ന് പറയുന്നത്? CP രാമസ്വാമി അയ്യറായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അങ്ങർക്കെതിരെ പ്രക്ഷോഭം വന്നതിനുള്ള റീസൺ എന്ന് പറയുന്നത്. അപ്പൊ ആരോട് കമ്പയർ ചെയ്തു? അമേരിക്കൻ പ്രസിഡന്റിന് എത്രമാത്രം പ്രയോറിറ്റി ഉണ്ടോ അത്രമാത്രം പ്രയോറിറ്റി അന്നത്തെ ദിവാന് കൊടുക്കണം എന്നുള്ള മോഡലിലേക്ക് ഇത് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇതിനെതിരെ ജനരോഷം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞത്. ഈ പരിഷ്കാരത്തെ കുറിച്ച് കൂടിയാലോചന നടത്താൻ CP രാമസ്വാമി അയ്യർ സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെ ക്ഷണിച്ചു. ഇതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് കോൺഗ്രസ് നേതാക്കളെയൊക്കെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പട്ടംതാണുപിള്ള, PS നടരാജപിള്ള തുടങ്ങിയവർ പാർട്ടിയിലെ മിതവാദികളായ നേതാക്കൾ ഈ ഭരണ പരിഷ്കാരം ഒന്ന് പരീക്ഷിച്ചു നോക്കാമെന്ന അഭിപ്രായക്കാരായിരുന്നു. അപ്പൊ ഇവര് പിന്നെ ഇതിനെ അനുകൂലിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. പട്ടത്തിനും PS നടരാജപിള്ളയും. ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുമ്പോൾ അവിടെ നമുക്ക് വരാവുന്നതാണ്. ഇത് അവരെ അംഗീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ അതുമായിട്ട് അനുകൂലിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് തന്നെ പറയണം? എസ് തന്നെയാണ്. പട്ടം താണുപിള്ള, PS നടരാജപിള്ള തുടങ്ങിയ പാർട്ടിയിലെ മിതവാദികളായ നേതാക്കൾ ഈ ഭരണ പരിഷ്കാരം ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് അഭിപ്രായക്കാരായിരുന്നു. എസ്. ഇനി പക്ഷേ സംഘടനയിലെ തീവ്രവാദി വിഭാഗം ഈ പരിഷ്കാരങ്ങളെ നഖശിഖാന്തം എതിർത്തിട്ടുണ്ട്. സംഘടനയിലെ തീവ്രവാദി വിഭാഗം ഈ പരിഷ്കാരങ്ങളെ നഖശിഖാന്തം എതിർത്തു. അത് കാരണം സ്റ്റേറ്റ് കോൺഗ്രസ് ഇതിനെ എന്ത് ചെയ്തു? തിരസ്കരിക്കുകയും ചെയ്തു. സംഘടനയിലെ തീവ്രവാദി വിഭാഗം ഈ പരിഷ്കാരങ്ങളെ നഖശിഖാന്തം എതിർത്തു. സ്റ്റേറ്റ് കോൺഗ്രസ് ഇതിനെ തിരസ്കരിച്ചു. ഇത് അതായത് നമ്മൾ കോൺഗ്രസിനകത്ത് മിതവാദികളും തീവ്രവാദികളും ഉണ്ടോ എന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ സ്റ്റേറ്റ് കോൺഗ്രസിലും മിതവാദികളും തീവ്രവാദികളും ഉണ്ടായിരുന്നു. മിതവാദികൾ ഇതിനെ അനുകൂലിക്കുകയും തീവ്രവാദികൾ ഇതിനെ എതിർക്കുകയും ചെയ്തു, ഈ അമേരിക്കൻ മോഡൽ ഭരണകൂടത്തെ. ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഇതുവരെ എവിടുന്നേലും പഠിച്ചിട്ടുണ്ടോ ഈ പുന്നപ്ര വയലാർ സമരം? ഇല്ല. അപ്പൊ അത് കാരണം സ്റ്റേറ്റ് കോൺഗ്രസ് ഇതിനെ തിരസ്കരിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് രാജവാഴ്ചയോട് ബന്ധപ്പെട്ടുള്ള പരമ്പരാഗതവും സിദ്ധാന്തപരവുമായ അവകാശങ്ങളെയും പാർലമെന്ററി സമ്പ്രദായ പ്രകാരമുള്ള ജനാധിപത്യ ഭരണ പ്രക്രിയയും സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ഭരണഘടനാ പരിഷ്കാരം പരീക്ഷിച്ചു നോക്കാനുള്ള ശ്രമമായിരുന്നു സർ CP വിഭാവനം ചെയ്തത്. രാജവാഴ്ചയോട് ബന്ധപ്പെട്ടിട്ടുള്ള പരമ്പരാഗതവും സിദ്ധാന്തപരവും അവകാശങ്ങളെയും പാർലമെന്ററി സമ്പ്രദായ പ്രകാരമുള്ള ജനാധിപത്യം, അതായത് നമുക്ക് ഇവിടെ ബ്രിട്ടനിലെ പോലൊക്കെ തന്നെ രാജവാഴ്ചയും പാർലമെന്ററി സിസ്റ്റവും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നിട്ടുള്ള ഒരു രീതിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സർ CP വിഭാവനം ചെയ്ത്. എന്നാൽ ഭരണഘടനയിൽ ദിവാന്റെ പദവിയും ഭരണപരിഷ്കാര പ്രകാരം പ്രഖ്യാപിച്ചു തുടർന്ന് മഹാരാജാവ് ശ്രീ ചിത്രനാൾ ദിവാന്റെ കാലാവധി 5 വർഷത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തതും ജനങ്ങളിൽ ഇതിന്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് സംശയമുളവാക്കി. ഓക്കെ. അപ്പൊ രാജാവിന്റെ കാലാവധി 5 ഇയറും എക്സ്റ്റെൻഡ് ചെയ്തു, ദിവാന്റെ കാലാവധിയും ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തു. ദിവാന്റെ സ്വേച്ഛാധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള ഒരു തന്ത്രമായാണ് ജനങ്ങൾ പുതിയ പരിഷ്കാരത്തെ കണ്ടത്. ദിവാന്റെ സ്വേച്ഛാധിപത്യം അരക്കിട്ടുറപ്പിക്കാനുള്ള ഒരു തന്ത്രം. ഭരണ പരിഷ്കാരത്തിനെതിരെ പ്രക്ഷോഭങ്ങളും പ്രകടനങ്ങളും രാജ്യമൊട്ടാകെ ആരംഭിച്ചു. മിക്ക മാധ്യമങ്ങളും പുതിയ പരിഷ്കാരത്തെ പ്രതികൂലിക്കുകയാണ് ഉണ്ടായത്. സമരം അടിച്ചമർത്താനുള്ള നീക്കം ദിവാനും തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ 5 വർഷത്തേക്ക് ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ശ്രീ ചിത്രതിരുനാളിന്റെ ഭരണ കാലയളവ് 5 ഇയറിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്തത് കൊണ്ടാണ് കുറെ ആൾക്കാർക്ക് അതിനെ പറ്റിയിട്ട് വീണ്ടും സംശയം ഉണ്ടായത്. പിന്നെ ഇവിടെ അഡീഷണലി നമ്മൾ ഓർത്തു വെച്ചേക്കേണ്ടത് എന്താണ്? ദി മണ്ഡലവും ദിവാൻ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ മോഡലിലും പിന്നെ എന്തുവായിരുന്നു? നിയമസഭകൾക്ക് ഒരു ഉപദേശക സമിതിയുടെ പ്രാധാന്യവും പ്രായപൂർത്തി വോട്ടവകാശമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അജണ്ടകൾ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും കാര്യം ക്ലിയർ അല്ലേ? വായിച്ചിട്ട് അത് ഐഡിയ മനസ്സിലുണ്ടായേച്ചാൽ മതി. ഓക്കെ. ഇനി 1946 ഒക്ടോബറിൽ ആലപ്പുഴ ചേർത്തല പ്രദേശത്തെ 70,000-ലധികം തൊഴിലാളികൾ അനിശ്ചിതകാല പൊതുപണിമുടക്ക് ആരംഭിച്ചു. ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, ദിവാൻ പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരക്കാർ നിരോധന ആജ്ഞകളെല്ലാം ലംഘിച്ചു. ഓക്കെ, ഒന്നുകൂടെ പറയാം. 46 ഒക്ടോബറിൽ ആലപ്പുഴ ചേർത്തല പ്രദേശത്തെ 7000-ലധികം തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചു. ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, ദിവാൻ പ്രഖ്യാപിച്ച അമേരിക്കൻ മോഡൽ ഭരണഘടന പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരക്കാർ നിരോധന ആജ്ഞകളെല്ലാം ലംഘിച്ചു. 1946 ഒക്ടോബർ 24 പുന്നപ്രയിൽ പോലീസും തൊഴിലാളികളും തമ്മിൽ ഉഗ്ര പോരാട്ടം നടന്നു. 200ഓളം പേർ കൊല്ലപ്പെട്ടു. സർക്കാർ ആലപ്പുഴയിലും ചേർത്തലയിലും പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ദിവാൻ ലഫ്റ്റനന്റ് ജനറൽ എന്ന മിലിറ്ററി പദവി സ്വയം പ്രഖ്യാപിച്ച് ആ പ്രദേശത്തെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും നായകത്വം നേരിട്ട് ഏറ്റെടുത്തു. ഓക്കെ, ഒന്നുകൂടെ പറയാം. 46 ഒക്ടോബറിൽ ഏത് പ്രദേശത്താണ് 7000-ലധികം തൊഴിലാളികൾ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിച്ചത്? ആലപ്പുഴ ചേർത്തല ഭാഗത്ത്. എന്തൊക്കെയായിരുന്നു ലക്ഷ്യങ്ങൾ? ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, അമേരിക്കൻ മോഡൽ ഭരണഘടന പിൻവലിക്കുക. 2 കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. ദിവാന്റെ മോഡൽ അവസാനിപ്പിച്ച് അമേരിക്കൻ മോഡൽ ഭരണവും ഇവിടെ വേണ്ട എന്നിട്ടുള്ള കണക്കുകൂട്ടലാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്.
46 ഒക്ടോബർ 24 പുന്നപ്രയിൽ പോലീസും തൊഴിലാളികളും തമ്മിൽ ഉഗ്ര പോരാട്ടം നടന്നു. 200ഓളം പേർ കൊല്ലപ്പെട്ടു. അപ്പം എത്ര പേര് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? 7000. ഇനി എത്ര പേര് കൊല്ലപ്പെട്ടതായിട്ട് കണക്കാക്കപ്പെടുന്നു? 200ഓളം പേര്. എവിടെ വെച്ചിട്ടായിരുന്നു? പുന്നപ്രയിൽ വെച്ചിട്ടായിരുന്നു. ആ ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന UN രൂപീകരിച്ച വർഷം ഏത്, അല്ലെങ്കിൽ UN ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഒക്ടോബർ മാസം 24-ാം തീയതിയാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പം അത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെങ്കിൽ ഒന്ന് പറഞ്ഞേ, അവിടെ വരെയുള്ള പോയിന്റ്. ഇനി നമ്മൾ ഫസ്റ്റിലെ പറഞ്ഞില്ലേ 7000 പേരുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്തു? പട്ടാള നിയമം പ്രഖ്യാപിച്ചു. ഓക്കെ, ദിവാൻ ലഫ്റ്റനന്റ് ജനറൽ എന്ന മിലിറ്ററി പദവി സ്വയം പ്രഖ്യാപിച്ച് ആ പ്രദേശത്തെ പോലീസിന്റെയും പട്ടാളത്തെയും നായകത്വം നേരിട്ട് ഏറ്റെടുത്തു. ദിവാൻ ലഫ്റ്റനന്റ് ജനറൽ എന്ന മിലിറ്ററി പദവി സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. ദിവാൻ ഏത് പേരിലേക്ക് അറിയപ്പെടും? ലഫ്റ്റനന്റ് ജനറൽ. ലഫ്റ്റനന്റ് ജനറൽ. ഇപ്പൊ നമ്മൾക്ക് പല സ്ഥലത്ത് പല യൂണിയൻ ടെറിട്ടറീസ് ഒക്കെ ലഫ്റ്റനന്റ് ജനറൽ അല്ലേ വരുന്നത് എന്ന് പറയുന്നത് പോലെ ആ ഒരു ടൈമില് ലഫ്റ്റനന്റ് ജനറൽ എന്ന മിലിറ്ററി പദവി സ്വയം പ്രഖ്യാപിച്ചു. സ്റ്റക്കാണോ? check your mobile connection. ദേശത്തെ പോലീസിന്റെയും പട്ടാളത്തിന്റെയും നായകത്വം നേരിട്ട് അങ്ങേറ്റെടുത്തു. പോലീസിന്റേതും പട്ടാളത്തിന്റേതും ഓട്ടോമാറ്റിക്കലി അങ്ങെടുത്തു. ഒക്ടോബർ 27-ന് വയലാറിലും തൊഴിലാളികൾ വോളണ്ടിയർ ക്യാമ്പ് പട്ടാളം ആക്രമിച്ചു. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെട്ട CK കുമാരപ്പണിക്കരായിരുന്നു സ്ഥലത്തെ ഏറ്റവും പ്രമുഖനായ കമ്മ്യൂണിസ്റ്റ് നേതാവ്. അപ്പൊ വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നു. ആരുടെ പേര് പറയേണ്ടത്? വയലാർ സ്റ്റാലിൻ, CK കുമാരപ്പണിക്കർ. 150ഓളം പേർക്ക് ജീവഹാനി സംഭവിച്ചു. അന്ന് തന്നെ മേനാശ്ശേരി, ഒളതല എന്നീ സ്ഥലങ്ങളിൽ നടന്ന വെടിവയ്പ് 130 പേർ കൊല്ലപ്പെട്ടു. ഇത് പിന്നീട് നോട്ടായിട്ട് ബുക്കിനകത്ത് എഴുതി വെക്കണേ. ഇന്ന് നിങ്ങൾ ഇപ്പൊ എഴുതരുത്, കുറച്ച് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സംഭവങ്ങൾ ബുക്കിനകത്ത് എഴുതി വെക്കണം. മേനാശ്ശേരി, ഒളതല എന്നീ സ്ഥലങ്ങളിൽ നടന്ന വെടിവയ്പിൽ 130 പേർ കൊല്ലപ്പെട്ടു. പുന്നപ്ര വയലാറിന്റെ മുദ്രാവാക്യം തന്നെ അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്നതായിരുന്നു. ഔദ്യോഗിക കണക്കനുസരിച്ച് 200 പേരാണ് ആകെ കൊല്ലപ്പെട്ടത്. ടോട്ടൽ എത്ര പേര്? 200 പേര്. അത് പഠിച്ചാൽ മതി. പിന്നെ ഇത് രണ്ടുകൂടെ എടുത്ത് ചോദിക്കുവാണെങ്കിൽ 130 പേർ. മേനാശ്ശേരി, ഒളതല എന്നിവിടങ്ങളിൽ കൊല്ലപ്പെട്ടവര് 130 പേരെന്ന കാര്യം ഓർത്ത് വെച്ചേക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്ക് പ്രകാരം 600ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് 600 പേര് കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. 1000ഓളം കൊല്ലപ്പെട്ടെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള കണക്ക്. അപ്പം നോർമലി ഔദ്യോഗിക കണക്കനുസരിച്ച് 200ഉം അനൗദ്യോഗിക കണക്കനുസരിച്ച് 1000ഓളം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്ക് പ്രകാരം 600ഓളം പേർ. ഓക്കെ, നോർമൽ ഒഫീഷ്യലി 200, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 600, അല്ലാതെ അൺഒഫീഷ്യൽ 1000. ഓക്കെ, ജനങ്ങളുടെ പ്രതികരണം പ്രതികൂലമായ സാഹചര്യത്തിൽ തന്നെ വിരമിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സർ CP 1946 നവംബർ 10-ന് മഹാരാജാവിന് കത്തെഴുതി. അപ്പൊ എന്ത് ചെയ്തു? ദിവാൻ ആർക്ക് കത്തെഴുതി? മഹാരാജാവിന് കത്തെഴുതി. ഡേറ്റ് ഓർക്കണം, നവംബർ 10-ന്. രാജി സ്വീകരിച്ചതിനെ തുടർന്ന് 46 ഡിസംബർ 7-ന് CP തിരുവിതാംകൂറിനോട് വിട പറഞ്ഞു. CP തിരുവിതാംകൂറിനോട് വിട പറഞ്ഞു ഡിസംബർ 7-ാം തീയതി. 46-ലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് കേട്ടോ, 46-ല്. ഓക്കെ, ഇനി പക്ഷെ പിന്നീട് മഹാരാജാവിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ഡിസംബർ 20 തിരിച്ചു വന്ന് ദിവാൻ പദം ഏറ്റെടുക്കുകയും ചെയ്തു. പട്ടായിരുന്നു. ഡിസംബർ 20-ന് 7-ന് പോയി 20-ന് തിരിച്ചു വന്നു. സർ CPയുടെ തിരിച്ചുവരവോടെ അമേരിക്കൻ മോഡൽ ഭരണപരിഷ്കാരത്തിന് പുതിയൊരു വഴിത്തിരിവായി. ഇന്ത്യ 47 ഓഗസ്റ്റ് 15-ന് സ്വതന്ത്രമാകുന്നതോടെ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനുള്ള പദ്ധതികൾ ദിവാൻ ആസൂത്രണം ചെയ്തു തുടങ്ങി. ഓക്കെ,
ഇനിയും അടുത്തായിട്ട് 1946 ജനുവരി 16 ഭരണഘടനാ പരിഷ്കാരം ഒരു സ്വതന്ത്ര തിരുവിതാംകൂർ വിഭാവനം ചെയ്തിരുന്നില്ല. തിരുവിതാംകൂറിനെ ഒരു ഏകീകൃത സ്വയംഭരണ ഇന്ത്യയിൽ അത് അർഹിക്കുന്ന സ്ഥാനം നേടിയെടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതായിരുന്നു അത്. ഞാൻ ഇപ്പൊ ഒന്നും വേണ്ട, നമ്മളൊന്ന് വായിച്ച് അവിടം വരെ എത്തിയിട്ട് ബാക്കി പഠിക്കാം കേട്ടോ. ജസ്റ്റ് കേൾക്കുക. സ്വതന്ത്ര തിരുവിതാംകൂർ ഭരണഘടന സംബന്ധിച്ച വിശദാംശങ്ങൾ 47 ജനുവരി 27 ഒരു പത്രക്കുറിപ്പിലൂടെ പുറപ്പെടുവിച്ചു. സ്വതന്ത്ര ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, പ്രായപൂർത്തി വോട്ടവകാശം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവ ഇതിൽ വിഭാവനം ചെയ്തിരുന്നു. ഈ നിർദ്ദേശങ്ങൾ 47 ഏപ്രിൽ 8 ഒരു രാജകീയ വിളംബരത്തിലൂടെ പ്രാബല്യം നൽകി. രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് പേട്ടയിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ യോഗത്തിൽ പോലീസ് കടന്നു ചെന്ന് അകാരണമായി വെടിവെക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. ദിവാൻ ഇതിനിടയ്ക്ക് കോൺഗ്രസ് നേതാക്കളെയും വൈസ്രോയിയെയും കാണാൻ പല പ്രാവശ്യം ഡൽഹിക്ക് പോയെങ്കിലും എങ്ങും നിന്നും പ്രോത്സാഹനം ലഭിക്കാതെ നിരാശനായി മടങ്ങേണ്ടി വന്നു. ഓക്കെ. 47 ജൂലൈ 25 ഒരു പൊതു പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങി പോകാൻ തുടങ്ങുമ്പോൾ സർ സി പിക്ക് വെട്ടേറ്റു. മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. 47 ഓഗസ്റ്റ് 19 സർ സി പി തിരുവിതാംകൂർ വിട്ടു. 47 സെപ്റ്റംബർ 24 മഹാരാജ ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വാർത്തെടുക്കുന്ന ഒരു ഭരണഘടന എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നതിനാൽ തിരുവിതാംകൂറിന് പ്രത്യേക ഭരണഘടന എന്ന ആശയം അപ്രസക്തമായി. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം അതോടെ യാഥാർത്ഥ്യമായി. ഇത്രയാണ് നമുക്ക് വരുന്നത്. അപ്പൊ ഇതിന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്നുകൂടെ പഠിക്കണം. കാര്യം ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സൈസ് ഓഫീസറോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, അതിന് ഡിഗ്രി ലെവൽ എക്സാംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പുന്നപ്ര വയലാ സമരത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. എക്സൈസ് ഇൻസ്പെക്ടർ. ഇവിടെ കണ്ടോ, ഒരു സ്വതന്ത്ര സംസ്ഥാനമാക്കി മാറ്റുന്നതിനെതിരെയായിരുന്നു ഈ സമരം. അപ്പൊ ഇവിടം വരെയാ നമ്മൾ പറഞ്ഞത്. ഒന്നുകൂടെ പറയണമെന്ന് പറയുന്നത്, ഇവിടം വരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടം തൊട്ടല്ലേ പറയേണ്ടത്? ജനങ്ങളുടെ പ്രതികൂലമായതിനെ തുടർന്ന് ഈ രാജാവിന് ആര് കത്തെഴുതി? ദിവാൻ അങ്ങ് കത്തെഴുതി. രാജാവ് സ്വീകരിച്ചോ? എസ്. പിന്നെ എന്ത് ചെയ്തു? പിന്നെ രാജാവ് അഭ്യർത്ഥിച്ച അനുസരിച്ച് ഇങ്ങനെ വീണ്ടും വന്നു. ഡേറ്റ് ഒക്കെ ഇപ്പൊ അവിടെ നിൽക്കട്ടെ. ഡേറ്റ് ഒക്കെ ഇപ്പൊ പഠിക്കാൻ പോയാൽ പ്രശ്നമാവും. നിങ്ങൾ ജസ്റ്റ് ആ മന്ത് മാത്രം ഓർക്കുക. ഡിസംബറിൽ അങ്ങ് പോയി, ഡിസംബറിൽ തിരിച്ചു വന്നു. ഡിസംബർ 7 പോയി, ഡിസംബർ 20 തിരിച്ചു വന്നു. ഓക്കെ അല്ലേ? ഈ സർ സി പിയുടെ തിരിച്ചു വരവോട് കൂടിയിട്ട് അമേരിക്കൻ മോഡൽ ഭരണ പരിഷ്കാരത്തിന് പുതിയൊരു വഴിത്തിരിവായി മാറി. ഇന്ത്യ 1947 ഓഗസ്റ്റ് 15 സ്വതന്ത്രമാകുന്നതോടെ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായി നിലനിർത്താനുള്ള പദ്ധതികൾ ദിവാൻ ആസൂത്രണം ചെയ്തു തുടങ്ങി. അതായത് തിരിച്ചു വന്നതോട് കൂടിയിട്ട് അങ്ങനെ വേറെ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്തു? ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറ്റാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് തുടങ്ങി. ഇനിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. 46 ജനുവരി, അതായത് ഈ ഒരു പിന്നെ അമേരിക്കൻ മോഡൽ ഭരണം സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, തിരുവിതാംകൂറിൽ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടുവന്ന സമയത്ത് സ്വതന്ത്ര എന്ന ഒരു സംഭവം ഇല്ലായിരുന്നു. മനസ്സിലാവുന്ന പറഞ്ഞ കാര്യം? അതായത് ഇതുകൊണ്ടാണ് ആൾക്കാർ എത്രത്തോളം എന്തിനകത്തേക്ക് വന്നത്? കൂടുതലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നത്. സ്വതന്ത്ര തിരുവിതാംകൂർ വിഭാവനം ചെയ്തില്ല. ക്ലിയർ? തിരുവിതാംകൂറിനെ എങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇവരുടെ അമേരിക്കൻ മോഡൽ ഭരണഘടന. അതായത് ഇത് നമ്മളിപ്പോ നിൽക്കുന്നത് 1946 ഡിസംബർ 20 വന്നപ്പോഴാണ് ഇങ്ങനെ ഇതിനെ എന്ത് പറഞ്ഞത്? അനുകൂലിച്ചു പറഞ്ഞത്. സ്വതന്ത്രമാവുന്നതോടെ തിരുവിതാംകൂർ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിലനിൽക്കാം. ക്ലിയർ? സ്വതന്ത്ര രാജ്യമായിട്ട്. അപ്പൊ
അതായത് ഡിസംബർ 20 എങ്ങനെ പോയിട്ട് വീണ്ടും റീഅപ്പോയിന്റ് ചെയ്തതിന് ശേഷമാണ് ആ തീരുമാനം മാറ്റിയത്. അതുവരെ അതായത് ഈ ഇതിന്റെ സ്റ്റാർട്ടിങ്ങില് അതാണ് ജനുവരി, അതായത് ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്തു, നമ്മളിപ്പോ ഡിസംബർ 20 നിൽക്കുമ്പോഴാണ് തീരുമാനം എന്തായിട്ട് മാറുന്നത്, സ്വതന്ത്രം. അതുവരെ എന്തായിരുന്നു, സ്വയം ഭരണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡിഫറൻസ് മനസ്സിലായോ? നമ്മള് ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്ത് ഒരു ചോദ്യം കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചിട്ടില്ലായിരുന്നോ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ലൈക്ക് വൈസ് ഇവിടെയും ആ പറയുന്ന രീതിയിലായിരുന്നു ഈ പല സ്റ്റേറ്റ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ആൾക്കാരും ഈ രീതിയിലായിരുന്നു പ്രൊപ്പോസ് ചെയ്തത്. അവർക്കും സ്വതന്ത്രമാവണം എന്നില്ലായിരുന്നു, സ്വയം ഭരണം എന്ന് മാത്രമുള്ള കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ക്ലിയർ ആയോ? പറഞ്ഞ ഡിഫറൻസ് മനസ്സിലായോ? അതായത് എപ്പോഴാണോ അമേരിക്കൻ മോഡൽ ഭരണം CP ഒക്കെ വിഭാവനം ചെയ്തത്, സ്റ്റാർട്ടിങ്ങിൽ ആ ഒരു ടൈമിൽ നിലവിൽ വന്ന സമയത്ത് തിരുവിതാംകൂറിനെ സ്വതന്ത്ര രാജ്യമാക്കുന്ന ഒരു കാഴ്ചപ്പാടില്ലായിരുന്നു, പകരം സ്വയം ഭരണമായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരുന്നു അതിനകത്ത് ചെയ്തു വെച്ചിരുന്നത്. പക്ഷെ ഇങ്ങനെ തിരിച്ചു വന്നതോട് കൂടിയിട്ട് രാജാവിന് അനുകൂലമായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ, ജനങ്ങളുടെ പ്രക്ഷോഭം തുടങ്ങിയതിനെ തുടർന്ന് ഇനി സ്വതന്ത്ര തിരുവിതാംകൂർ ഭരണഘടന സംബന്ധിച്ച് വിശദാംശങ്ങൾ. 47 ജനുവരി 27 ഒരു പത്രക്കുറിപ്പിലൂടെ പുറപ്പെടുവിച്ചു. എന്നാണ് പത്രക്കുറിപ്പിലൂടെ പുറപ്പെടുവിച്ചത്? ജനുവരി മാസം 27. അത് ഈ 46 അല്ല ഉദ്ദേശിക്കുന്നത്, ഇനി അടുത്ത, അതായത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം. മനസ്സിലായി? ഇവിടെ കണക്ട് ചെയ്ത പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് നമ്മൾ 1946 ഡിസംബർ മാസം 20 നിന്നോണ്ട് 1946 ജനുവരി മാസത്തിലേക്ക് പോയി. അപ്പൊ പറഞ്ഞു ഈ ഡിസംബർ 20 പറഞ്ഞതുപോലെ അല്ല ജനുവരി 16 അന്ന് പറഞ്ഞത്. ഇവിടെ എന്ത് മതിയായിരുന്നു? സ്വതന്ത്രം വേണ്ടായിരുന്നു, സ്വയം ഭരണം മതിയായിരുന്നു. ഇപ്പൊ ഡിസംബർ 20 തിരിച്ചു വന്നപ്പോ എന്ത് മതി? സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു. ഇനി അതിനുശേഷം എന്ത് പറഞ്ഞു? സ്വതന്ത്ര തിരുവിതാംകൂർ എന്ന സംഭവമായിട്ട് ഒരു പത്രക്കുറിപ്പ് പുറപ്പെടുവിച്ചു 47. ഡിഫറൻസ് മനസ്സിലായോ? രണ്ടും ജനുവരി ആയതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതായത് 1947 ജനുവരി 16 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ സ്റ്റാർട്ടിങ്ങിലാണ്. അപ്പൊ ഇങ്ങനെ ഡിസംബർ 20 തിരിച്ചു വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു? ഈ സംഭവത്തിനെ സ്വയം ഭരണം എന്നത് മാറ്റി സ്വാതന്ത്ര്യം എന്നാക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഒരു പത്രക്കുറിപ്പ് 47 ജനുവരി 27 പബ്ലിഷ് ചെയ്തു. ക്ലിയർ? ഇനി ദ്വിമണ്ഡലം നിയമനിർമ്മാണ സഭ, പ്രായപൂർത്തി വോട്ടവകാശം, എക്സിക്യൂട്ടീവ് കമ്മിറ്റി എന്നിവ ഇതിൽ വിഭാവനം ചെയ്തിരുന്നു. അതായത് നമ്മൾ മുമ്പേ പറഞ്ഞിരിക്കുന്ന 4 കാര്യങ്ങൾക്കകത്ത് 3 കാര്യങ്ങൾ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്, പ്രായപൂർത്തി വോട്ടവകാശമുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്ത് മാറ്റി? ഉപദേശ സമിതി എന്നിട്ടുള്ള കാര്യങ്ങൾ മാറ്റി, അതിവിടെ വരുന്നില്ല. ഈ നിർദ്ദേശങ്ങൾക്ക് 47 ഏപ്രിൽ 8 ഒരു രാജകീയ വിളംബരത്തിലൂടെ പ്രാബല്യം നൽകി. ഇപ്പൊ ഇതിനെ എന്ത് ചെയ്തു? അംഗീകരിച്ചു. ഏപ്രിൽ മാസം 8 ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നാണോ? ഓഗസ്റ്റ് മാസം 15. അതിന് മുൻപ് തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിൽ വന്നു, ഏപ്രിൽ തന്നെ. ഓക്കെ. ഇനി രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഈ നീക്കത്തെ ശക്തമായി എതിർത്തു. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് പേട്ടയിൽ സംഘടിപ്പിച്ച ഒരു പ്രതിഷേധ യോഗത്തിൽ പോലീസ് കടന്നു ചെന്ന് അകാരണമായി വെടിവെക്കുകയും 3 പേർ കൊല്ലപ്പെടുകയും ചെയ്തു. അത് നമ്മൾ മുമ്പേ ഈ 200 പേർ മരിച്ചത് കൂടാതെ ഈ അതിനുശേഷം, അതായത് ഈ രാജകീയ വിളംബരം ഉണ്ടായതിൽ പ്രതിഷേധിച്ച് വീണ്ടും എത്ര പേർ മരണപ്പെട്ടു? 3 പേർ. എവിടെ വെച്ചിട്ട്? പേട്ടയിൽ വെച്ച് കൊല്ലപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ് എന്ന് വേണം പറയാൻ. അതായത് പുന്നപ്ര സമരത്തിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പറയുന്ന കാര്യങ്ങൾ. ക്ലിയർ? പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ? പുന്നപ്ര വയലാറിൽ നമ്മൾ ഇങ്ങനെ വന്ന് എവിടോട്ടേക്ക് വരാം? തിരുവനന്തപുരം പേട്ടയിലേക്ക് വന്നിട്ട് അവിടെ ഒരു പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു, അവിടെ വെച്ചിട്ട് 3 പേർ കൊല്ലപ്പെട്ടു. ക്ലിയർ? ഇനി ദിവാൻ ഇതിനിടയ്ക്ക് കോൺഗ്രസ് നേതാക്കളെയും വൈസ്രോയെയും കാണാൻ പല പ്രാവശ്യം ഡൽഹിക്ക് പോയി. ആ ഒരു ടൈമിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു? നമ്മൾക്ക് അവിടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം വൈസ്രോയെയും കോൺഗ്രസ് നേതാക്കളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഡൽഹിക്ക് പോയെങ്കിലും എങ്ങനെയൊന്നും പ്രോത്സാഹനം ലഭിക്കാതെ നിരാശനായി മടങ്ങേണ്ടി വന്നു. ഓക്കെ. ഇനി 47 ജൂലൈ 25 പൊതുപരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങാൻ തുടങ്ങുമ്പോൾ, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ജസ്റ്റ് 1 മാസം കൂടെ ഉള്ളൂ, ജൂലൈ ആയി. ഇങ്ങനെ ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്തു പോകുന്ന സമയത്താണ് ഇങ്ങർക്ക് പരിക്കേറ്റത്. ജൂലൈ 25.
ക്ലിയർ? ഐഡിയ അതായത് നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ നിങ്ങളുടെ മനസ്സിൽ മതി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എഴുതാൻ വേണ്ടിയിട്ട്. ഇത് 47 ജൂലൈ മാസം 28-ന്, അതായത് ഇങ്ങേർക്ക് പരിക്കേറ്റ് 3 ദിവസം കഴിഞ്ഞപ്പം തന്നെ യൂണിയനിൽ ചേരുവാൻ തീരുമാനം പ്രഖ്യാപിച്ചു. മനസ്സിലായോ? അപ്പൊ ആ ഒരു ടൈമിലൊക്കെ നമുക്ക് എന്ത് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു? നാട്ടുരാജ്യങ്ങളെല്ലാം ഇന്ത്യൻ യൂണിയനിൽ പട്ടേലിന്റെയും വി പി മേനോന്റെയും ഒക്കെ നേതൃത്വത്തിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു? ആ ഓരോരോ രാജ്യങ്ങളെ, ജുനഗഡിനെയും നമ്മൾ കാശ്മീരിനെയൊക്കെ കണ്ടിട്ടില്ലേ, അതിനെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ആക്ച്വലി അതെന്നൊക്കെ പറയുന്നത്. അപ്പൊ ആ ഒരു ടൈമിൽ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് അവരൊന്നും സപ്പോർട്ട് ചെയ്യാത്തത്. ഇപ്പൊ ഈ ഒരു ടൈമിൽ എന്ത് ചെയ്തു? 47 ജൂലൈ 28-ന് മഹാരാജാവ് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചു. അതായത് ഇങ്ങർക്ക് വെട്ടുകേറ്റ് 3-ാമത്തെ ദിവസം രാജാവ് പറഞ്ഞു, ഞാൻ അങ്ങ് ഇന്ത്യൻ യൂണിയനിൽ ചേരുവാണ്. 47 ഓഗസ്റ്റ് 19-ന് സർ സി പി തിരുവിതാംകൂർ വിട്ടു. 1947 ഓഗസ്റ്റ് 19-ന് സർ സി പി തിരുവിതാംകൂർ വിട്ടു. 47 സെപ്റ്റംബർ 24-ന് മഹാരാജാവ് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചു. 47 ഓഗസ്റ്റ് 19-ന് സർ സി പി തിരുവിതാംകൂർ വിട്ടു. നമുക്ക് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യം കിട്ടി. 4 ദിവസം കഴിഞ്ഞപ്പോ ഇങ്ങനെ തിരുവിതാംകൂർ അങ്ങ് വിട്ടു. സെപ്റ്റംബർ 24-ന് മഹാരാജാവ് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചു. ഉത്തരവാദ ഭരണം മഹാരാജാവ് പ്രഖ്യാപിച്ചത് സെപ്റ്റംബർ 24-നാണ്. അത് നോട്ട് ചെയ്ത് വെക്കണേ, ഇത് ബുക്കിനകത്ത് എഴുതണം. 1947 സെപ്റ്റംബർ 24-ന് മഹാരാജാവ് ഉത്തരവാദ ഭരണം പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വാർത്തെടുക്കുന്ന ഭരണഘടന എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നതിനാൽ തിരുവിതാംകൂറിന് പ്രത്യേക ഭരണഘടന എന്ന ആശയം അപ്രസക്തമായി. എന്താണ്? ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വാർത്തെടുക്കുന്ന ഭരണഘടന എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നതിനാൽ തിരുവിതാംകൂറിന് പ്രത്യേക ഭരണഘടന എന്ന ആശയം അപ്രസക്തമായി. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വാർത്തെടുക്കുന്ന ഭരണഘടന എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നതിനാൽ തിരുവിതാംകൂറിന് പ്രത്യേക ഭരണഘടന എന്ന ആശയം അപ്രസക്തമായി. അതായത് ജമ്മു കാശ്മീരിന്റെ കാര്യം പോലെ പറഞ്ഞ പോലെ തിരുവിതാംകൂറിനെ പ്രത്യേകമായിട്ട് ഭരണഘടന ഉള്ള രീതിയിലേക്ക് മാറ്റാമെന്നുള്ള രീതിയിൽ വെച്ചുകൊണ്ടിരുന്നു. അപ്പൊ അത് പറ്റാതായി. അമേരിക്കൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം അതോടെ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം അതോടെ യാഥാർത്ഥ്യമായി. അമേരിക്കൻ മോഡൽ ഭരണം എന്നിട്ടല്ല, അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? ഈ ഉത്തരവാദ ഭരണം എന്നാണ് രാജാവ് പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെപ്റ്റംബർ 24-ന് ഓർത്ത് വെച്ചേക്കണം. സെപ്റ്റംബർ 24. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിനകത്തെ കാര്യങ്ങൾ. അപ്പൊ പ്രധാനപ്പെട്ട പോയിന്റുകൾ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്ന് നോട്ടോടൊന്ന് എഴുതി വെച്ചിരിക്കണം. കാരണം നമുക്ക് എല്ലാം ഒന്നും പരീക്ഷയ്ക്ക് ഒന്നും വായിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. ഇഷ്ടം പോലെ കണ്ടന്റ്സ് അല്ലേ നമ്മൾ ഓരോ ദിവസവും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് നിങ്ങൾ കൃത്യമായിട്ട് തയ്യാറാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഹിസ്റ്ററിയുടെ കാര്യങ്ങൾ തയ്യാറാക്കി കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ ഡേറ്റും ഒന്നും പഠിക്കേണ്ട, ഉത്തരവാദിത്ത ഭരണം ഓർത്ത് വെച്ചേക്കണം. പിന്നെ ഇങ്ങനെയൊക്കെ രണ്ടാമത് ജോയിൻ ചെയ്തതും ഡേറ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം.